മാറ്റി പറയാൻ സാധ്യത. അനുമോൾക്ക് എനിക്കൊരു ഡെഫിനിഷൻ അതിനകത്ത് പറയുന്നത് സൃഷ്ടി ഈസ് എ ഡ്രാമ ക്യൂൻ. അവരെന്ത് ഡ്രാമ ഇറക്കും, അവർ ആർട്ടിസ്റ്റ് അല്ലേ, അവരെന്ത് മാറ്റി പറയാം, അത് അവരുടെ ആ കളിയാണത്. അവരതിനകത്ത് ഗെയിം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് ആരോടും പേഴ്സണലിനകത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനുമോൾ ഞാൻ ചോദിക്കില്ല. കാരണം അവർ പ്യോർ ഗെയിമാണ് കളിക്കുന്നത്. അവര് ഡ്രാമയാണ് ഗെയിമാക്കി അവരുടെ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അവർ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അവസാനം അവിടുന്ന് കപ്പ് എടുത്ത് ഇറങ്ങുന്നവർ അങ്ങനെ തന്നെ ചെയ്യും. അവർക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ 100 ദിവസമായിരിക്കും അവരുടെ ടാർഗറ്റ്. പിന്നെ എന്ത് ചന്ത ഗെയിമും കളിച്ച് അങ്ങനെ അതിനകത്ത് നിൽക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ വിറ്റായി പോകും. ജനങ്ങൾക്ക് അവർക്ക് അങ്ങനെയുള്ള ഔട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അല്ല, ഈ ശാരിക ഇത് എന്താ പറയുന്നത്? ശാരിക തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. ശാരിക എന്താണ് പറയുന്നത്? ഒരു സമയത്ത് പറയുന്നു അനുമോൾ അവിടെ കളിക്കുന്നത് പ്യുവർ ഗെയിം ആണെന്ന്, മറ്റൊരു സമയത്ത് പറയുന്നു അനുമോൾ അവിടെ കളിക്കുന്നത് ചന്ത ഗെയിമാണെന്ന്. പിന്നെ ചില സമയത്ത് പറയും അനുമോൾക്ക് അവിടെ നിൽക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ല, എന്ത് വൃത്തികെട്ട വ്യക്തിത്വമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, ഇതിനെ ഗെയിം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അനുമോള് പറയുന്നത് കേൾക്കാം. അപ്പൊ മൊത്തത്തിൽ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ആളാണല്ലേ ശാരിക എന്ന് പറയുന്ന സ്റ്റാൻഡ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, അവിടെ നല്ല ചന്ത ഗെയിം കളിച്ചു നിൽക്കുന്നവരൊക്കെ അവിടെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നെപ്പോലെ നല്ല ഗെയിം കളിക്കുന്നവരാണ് ഔട്ടായി പോയത് എന്ന് പറയുന്നത് കേട്ടു ശാരിക. അതെനിക്ക് മനസ്സിലായില്ല. ശാരിക അവിടെ വന്നിട്ട് എപ്പോഴാണ് ഗെയിം കളിച്ചത്? അല്ല, നമ്മൾ കണ്ട ആകെ ഒരു ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന പരിപാടിയില്ലേ നമ്മൾ ലൈവിൽ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ശാരികയുടെ എന്തെങ്കിലും ഒരു ഗെയിം? അല്ല, ഞാനൊന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ആകെ രേണുസുധീർ ഏതോ വിഷയത്തിൽ കയറിയിട്ട് സംസാരിക്കുന്നതും പിന്നെ മുഴുവൻ കണ്ടതും ഈ ഹോട്ട് സീറ്റ്, അതായത് പുറത്ത് നടക്കുന്ന ഹോട്ട് സീറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് എല്ലാവരും ഇന്റർവ്യൂ ചെയ്ത് ഹോട്ട് സീറ്റ് ഒക്കെ നടത്താന്ന് വിചാരിച്ച് വന്ന ശാരികയെ ബിഗ് ബോസ് ഒന്ന് തേച്ചു, അത്രയല്ലേ ഉണ്ടായുള്ളൂ. അതിന് അനുമോളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ ഏത് നേരം അനുമോൾക്കെതിരെ വീഡിയോ എടുത്തിട്ടാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ചുമത്തിയത്. ഇതിപ്പോ ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ ഓൾഡ് കണ്ടസ്റ്റൻസ് മീൻസ് പുറത്തായ മത്സരാർത്ഥികൾ എല്ലാവരും ഈ ആഴ്ച കയറാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അനുമോളെ ലക്ഷ്യം വെച്ചുള്ള പോക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളും ഇതൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അനുമോൾക്കെതിരെയാണ് ഇവരുടെയൊക്കെ ഗെയിം എന്ന് പറയുന്നത്. ഗെയിം വീടിന്റെ പുറത്തെത്തിയതിനു ശേഷം ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് അനുമോൾക്കെതിരെ പുറത്തു നിന്ന് ഗെയിം കളിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടില്ലേ? അതന്നെ സംഭവം. അതായത് ഇപ്പൊ അവിടെ നിന്ന് പറയാണ്, ചോദിച്ച സമയത്ത് അനുമോൾ അവിടെ കളിക്കുന്നത് പ്യുവർ ഗെയിമാണ്, പക്ഷെ ഒരു ചന്ത ഗെയിം ആണെന്ന് മാത്രം. പക്ഷേ അത് ഒരു നാടകക്കാരിയാണ്, നാടകം കളിച്ചവിടെ നിൽക്കാണ്, അഭിനേത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അനുമോളുടെ ഗുണല്ലേ? ഒന്ന് ഓർക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അനുമോൾ ഇത്രയും ദിവസം അവിടെ അഭിനയിച്ച് നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? പിന്നെ ഒരു പ്യുവർ ഗെയിം കളിക്കുന്നുണ്ട് അനുമോൾ എന്ന് പറയുന്നു, അതൊരു കാര്യമില്ല. ഇതൊരു ഗെയിം ഷോ. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാചകങ്ങൾ കൊണ്ട് ഒക്കെ ഗെയിം കളിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, ഇവര് തന്നെ സമ്മതിക്കുന്നില്ലേ? അപ്പൊ മൊത്തത്തിൽ അനുമോളാണ് അവിടുത്തെ ബെസ്റ്റ് എന്ന് അറിയാതെ പറഞ്ഞു പോയതാണോ എന്റെ ശാരികയെ സംഭവം? എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാവരും ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ എല്ലാവർക്കും. അത് അനുമോൾ എന്ന് പറയുന്ന ആളെയാണ്. എല്ലാവരും ടാർഗറ്റ് അനുവാണ്. എല്ലാവർക്കും വേണ്ടത്, വിജയിക്കേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് അക്ബറിന്റെയും നെവിന്റെയും പേരായിരിക്കും. അവർ രണ്ടുപേരും വിജയിക്കണം എന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ബാക്കി ആരും ജയിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും സഹിക്കത്തില്ല, പ്രത്യേകിച്ച് കണ്ടുകടി. പിന്നെ വേറെ ഒരെണ്ണുണ്ട് കേട്ടോ, നമ്മുടെ കട്ടപ്പ പുറത്തിറങ്ങിയപ്പോഴുള്ള കട്ടപ്പ, ശൈത്യ കട്ടപ്പ. ആ മുതലും വരുന്നുണ്ട്. ആ മുതലും പറയുന്നുണ്ട് അനുമോൾക്ക് PR ഉള്ള കാര്യം, എത്ര ലക്ഷമാണ് PR എന്നുള്ള കാര്യം ഒക്കെ ശൈത്യയുടെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇവിടെ 16 ലക്ഷമാണ് മറ്റുള്ളടുത്ത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ശൈത്യയുടെ അടുത്ത് പറഞ്ഞത് 15 ലക്ഷമാണെന്നാണ് ശൈത്യ പറയുന്നത്. അപ്പൊ 15 ലക്ഷം എന്നൊക്കെ എനിക്ക് അനുമോള് അവളെ മനസ്സിലൊന്നും ഇരിക്കാത്തതുകൊണ്ട്, ഒരു ശുദ്ധകാരി ആയതുകൊണ്ടും എന്റെ അടുത്ത് രഹസ്യമായിട്ട് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് ഈ 15 ലക്ഷത്തിന്റെ കഥ പറയുന്നത് അല്ലേ? ഇനിയിപ്പോ അനുമോൾ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. നീയാണോ മോളെ റിയൽ ഫ്രണ്ട്? ഇങ്ങനെ വേണം റിയൽ ഫ്രണ്ട്. പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരിക്കിട്ട് പണി കൊടുക്കുന്ന നീയാണ് റിയൽ ഫ്രണ്ട്. കട്ടപ്പകളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും പുറത്തുനിന്ന് വരുന്ന എല്ലാത്തിന്റെയും ലക്ഷ്യം ഒരാളാണെന്ന് ഞാൻ മുൻകൂട്ടിയേ പറഞ്ഞു, അത് അനുമോളാണെന്ന്. ഇനി അകത്ത് കയറിയതിനു ശേഷം അനുമോളിന്റെ അടുത്ത് എന്തൊക്കെ ചെയ്ത് കാണിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പൊ അകത്തുള്ള മത്സരാർത്ഥികളിൽ എല്ലാവരും ഇപ്പൊ ഒറ്റക്കെട്ടാണ്. അക്ബറൊക്കെ ഇത്തിരി പിണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അനുമോൾക്കൊപ്പം ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അവരൊരു കൂട്ടായിട്ടുണ്ട്, പരസ്പരം സോറിയൊക്കെ പറഞ്ഞിട്ട്. ഇനി പുറത്ത് നിന്നെത്തുന്ന ഈ ക്രമീകരിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അകത്ത് കയറിയിട്ട് കുറെ പണിയൊപ്പിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പാനി ചേർത്തൊക്കെ പറയുന്നുണ്ട്, അകത്ത് കയറിയിട്ട്
വേണം എനിക്കൊന്ന് പൊളിച്ചെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പാനി ചേർത്തൊക്കെ വരുന്നത്. ഇത്രയും അതിലുള്ളിൽ നിന്ന സമയത്ത് പൊളിച്ചെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ വരുന്ന ഒരു ദിവസത്തേക്ക് എന്തൊക്കെ പൊളിച്ചെടുക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ട കാര്യമാണ്. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വേറൊന്നുമല്ല, എല്ലാവരും അനുമോളെ എങ്ങനെ പുറത്തേക്ക് നെഗറ്റീവ് ആക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വരുന്നത്. ഇപ്പൊ ഈ 16 ലക്ഷത്തിന്റെ കഥയും 15 ലക്ഷത്തിന്റെ കഥയും PR-ന്റെ കഥയും ഒക്കെ അവിടെ വന്ന് എഴുന്നള്ളിക്കാനും പുറത്ത് ആർക്കാണ് സപ്പോർട്ടെന്നും ആർക്കാണ് സപ്പോർട്ട് ഇല്ലാത്തതെന്നും ആര് ജയിക്കുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും പിന്നെ എന്തൊക്കെ വേണ്ട പുറത്തുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞ് അവരെ നെഗറ്റീവ് ആക്കാനും അതുപോലെ തന്നെ അനുമോളെ പ്രത്യേകിച്ച് പുറമേയുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് തരാനും നെഗറ്റീവ് ആക്കിയിട്ട് അതിനൊക്കെയുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ പിന്നെ മറ്റൊരു ടോപ്പിക്കും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ, അനീഷിന്റെയും അനുമോളുടെയും ആ ഒരു ലവ്. അപ്പോൾ ഇവിടെ അനീഷ് റിയൽ ലവ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനുമോൾക്ക് അങ്ങോട്ട് അങ്ങനെ താല്പര്യമൊന്നുമില്ല. അപ്പൊ അതിനെതിരെയും അനുമോൾക്കെതിരെ തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അനുമോളാണ് അനീഷിനെ അങ്ങനെ ആക്കി മാറ്റിയത്, നീ നിന്റെ ഗോഷ്ടികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടല്ലേ, അങ്ങനെയൊക്കെ തമാശ രീതിയിൽ കാണിക്കുമ്പോൾ ഒരാണിന്റെ അടുത്ത് കാണിക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ, അതിൽ കൂടുതൽ നീ കാണിച്ചോണ്ടല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എന്തായാലും ഇവളുമാരും ഇവന്മാരും ഒക്കെ കയറി കഴിഞ്ഞാൽ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുമോളുടെയും അനീഷിന്റെയും ആ ഒരു ടോപ്പിക് തന്നെയായിരുന്നു. സത്യത്തിൽ അനുമോൾക്ക് അവിടെ സംസാരിക്കാനുള്ള അവസരം ലാലേട്ടൻ മുഴുവനായിട്ട് കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അനുമോൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് അനീഷറിനെ എനിക്ക് ഇഷ്ടമേ അല്ല എന്നവിടെ പറയാനായിട്ട് അനുവിന് സാധിക്കില്ല. കാരണം അനീഷിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ അതൊരിക്കലും പ്രണയമല്ല എന്നുള്ളതാണ് അനുമോൾക്ക് വെളിപ്പെടുത്താനുള്ളത്. അതായത് ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ പാർട്ട്ണർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്ടം വരണം. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം അനീഷേട്ടനോടില്ല. ഒരു ബ്രദറിനെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെയോ ഉള്ള ഒരു ഇഷ്ടം മാത്രമേ അനീഷേട്ടനോടുള്ളൂ. അതിൽ കൂടുതൽ ഒരു ഇഷ്ടം എനിക്ക് അനീഷേട്ടനോട് ഇല്ല എന്നാണ് അവിടെ അനുമോള് പറയാൻ ശ്രമിച്ചത്. അത് ലാലേട്ടൻ അത് മുഴുവനാക്കാനായിട്ട് സമ്മതിച്ചില്ല. അനീഷിന്റെ അടുത്ത് അത് പറയുന്നുണ്ട്. അനീഷ അങ്ങ് അത്ര പെട്ടെന്ന് അങ്ങനെ കലിപ്പ് പിടിക്കില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് കയറി യെസ് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ലാലേട്ടൻ അവിടെ പറയുന്നത്. അതാണ് അനുമോൾക്ക് പിന്നെ വിഷമായത്. കാരണം ഇനിയിപ്പോ അനീഷേട്ടൻ അതൊരു പോസിറ്റീവായിട്ട് എടുക്കോ, ആളത് ഹാപ്പി ആയിട്ട് എടുക്കോ, ഇനി അത് നടക്കും എന്നുള്ളൊരു ചിന്തയിൽ വിചാരിക്കോ എന്നൊക്കെയുള്ള ഒരു കാര്യവും അനുമോളുടെ മനസ്സിലേക്ക് വന്നു. സംഭവം ശരിയാണ്, രണ്ടു തരത്തിലും അത് ചിന്തിക്കാം. അവിടെ നൈസായിട്ട് ആ ഒരു വിഷയം ഡീൽ ചെയ്തതായിരിക്കാം ലാലേട്ടൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വിഷമം വരണ്ട, ഒരാഴ്ചയല്ലേ ഉള്ളൂ. പുറത്തിറങ്ങിയതിനു ശേഷം പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ട് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ തോന്നിയ ഒരു ഇഷ്ടമൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതങ്ങനെ അവസാനിച്ചോളൂ. അപ്പൊ ഈ ഉള്ളില് നിൽക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യ പിണക്കൊന്നും തോന്നാതെ അതൊരു കോംപ്രമൈസ് ആക്കിയിട്ട് വിട്ട പോലെയാണ് എനിക്ക് തോന്നിയത് ലാലേട്ടൻ. അനീഷിനും വിഷമം വേണ്ട, അനുമോൾക്കും വിഷമം വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവസാനിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കൂടുതലും കുറച്ചും കൂടി അനുവിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ലാലേട്ടന് ടൈം കൊടുക്കായിരുന്നു. അങ്ങനെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അനീഷിനെ ഹേർട്ട് ചെയ്യും. അപ്പൊ ആ ഹേർട്ടിങ് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ കൊടുക്കാതിരുന്നത്. അനീഷിന് പക്ഷെ അതുമൂലം ഒരു പ്രതീക്ഷ കിട്ടിയോ എന്നൊരു സംശയവും അവിടെ അനുമോൾക്ക് വന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞ ഇതൊക്കെ അവിടെ തീരുന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ തോന്നുന്ന ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുമ്പോൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരുടെ അടുത്ത് സംസാരിക്കാനോ കാണാനോ പറ്റാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു ഇതുകൊണ്ടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നെഗറ്റീവും കാര്യങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ തോന്നിയ ഇഷ്ടമൊന്നും അങ്ങനെ നിലനിൽക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അനീഷ് സീരിയസ് ആയിട്ട് പെണ്ണ് ചോദിച്ചു ചെല്ലട്ടെ. ആ സമയത്ത് അനുമോളുടെ അച്ഛനെ സമ്മതമാണെന്ന് അനുമോളുടെ അച്ഛൻ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് അനീഷിനെ പോലെയുള്ള ഒരു മരുമോനെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി കൊടുക്കാന്ന് വീട്ടുകാരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അനീഷ് ലാസ്റ്റ് ഡേ വന്ന സമയത്ത് അനുമോളുടെ അടുത്ത് ചെറിയൊരു ഗെയിം, ഇത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ഗെയിം ആക്കാൻ നോക്കി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നോക്കട്ടെ എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്തെങ്കിലും സംഭവം ഓൾഡ് കണ്ടസ്റ്റൻസ് വരുന്നതിനെ കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കട്ടപ്പകളും പിന്നെ അനുമോളോട് അസൂയും കുശുമ്പും കുനിഷ്ടും ഒക്കെ ഉള്ളവറ്റങ്ങളും കൂടി എല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എന്തായാലും ഈ ആഴ്ച വരും. അപ്പൊ എന്തൊക്കെ ഭൂകമ്പം നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.